സുലൈമാൻ നബി അലൈഹിസ്സലാം പണിത പള്ളിയല്ലേ ബൈത്തുൽ മുഖദ്ദസ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫളലുകൊണ്ട് മുസ്ലിമീങ്ങൾക്കുള്ള ഇസ്സത്തിൽ അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സനാ ബിമഹ്ലി ഫളലിക്കൽ കരീം. അല്ലാഹുമ്മ ഇസ്സനാ ഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുസ്ലിമീങ്ങൾക്കുള്ള ഇസ്സത്ത് എവിടെയാണെങ്കിലും, മുസ്ലിം ഏത് മുക്കുമൂലയിലാണെങ്കിലും, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, എല്ലാ മുഅ്മിനീങ്ങളും സഹോദരന്മാർ, നമ്മൾ സഹോദരന്മാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ താണ്ടി അത് അങ്ങനെ നിൽക്കണം. ഇങ്ങനെ മുട്ടിട്ട് നിന്നെങ്കിൽ മുട്ടിൽ നിന്നെങ്കിൽ പിരിശപ്പാട് വരും. ഇതങ്ങനെ നിസ്കരിക്കുമ്പോൾ നിൽക്കുന്നത് ഒരു സൈഡിലേക്ക് ഓഹോരായിട്ട് അവൻ തുടങ്ങിയ ഒരു വിശ്വാസമില്ല. എന്ത് വിശ്വാസം? ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മുടെ സലാമത്താകട്ടെ. അപ്പൊ കവറിലേക്ക് നല്ല പൈസ. അപ്പൊ ഫാത്തിമയുടെ കഥ അങ്ങനെ ആണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ആണുങ്ങൾക്ക് എത്ര ആളെ കഥ വേണം? അതൊന്നും വേണ്ട, നമുക്ക് സയദിന്റെ ഇത് മതി. ഞാൻ പറയുന്നില്ല. ഇപ്പൊ പുതിയാപ്പിളയായ സയദ് റളിയല്ലാഹു അൻഹുവിന് 200 വെള്ളി ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ കൊടുത്തു. സയദിന് ഭയങ്കര സന്തോഷമായി. സയദ് നിക്ക്, രണ്ടാമത് പോയി കൊടുത്ത ആൾക്ക് മതിയാവുന്നില്ല. കാപ്പാട്ടുന്ന രണ്ടാമത് 200 വെള്ളി കൊടുന്നു. ഇത് റസൂലുള്ള പറഞ്ഞതിന് നിങ്ങൾക്ക് ഹദിയ തിരിച്ചു തരണ്ട. ഇത് എന്റെ വക 200. നല്ല ഡ്രസ് വേണോ, നല്ല ചെരുപ്പ് വേണോ, നല്ലൊരു ബാൾ വെക്കണോ? എല്ലാവരും ബാളുണ്ട്, അത് വേണോ? പിന്നെ സഫിയാക്ക് നല്ല കമീസ് മക്കന് ചെരുപ്പൊക്കെ വേണോ? ഈ പൈസ മതിയാവല്ലേ? ഓ, ഇത്രയും മതി. 10, 20, 25,000 രൂപ. പിന്നെ മംഗലം പള്ളിയിൽ നിങ്ങളത് കാരക്ക ഈത്തപ്പഴം എന്റെ തോട്ടത്തിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. സർബത്തിന് പഞ്ചാര മെങ്ങ മതി. വള്ള ഹൗദുണ്ട്. സ്വാതങ്ങൾ പറയാം. ഭയങ്കര സന്തോഷം. ഡ്രസ് മേങ്ങ. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു കയ്യില് ഈ പൈസയും പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ നടക്കാം. അവിടത്തേക്ക് മദീന ടവണിലേക്ക് എനിക്കിപ്പോ പോകണം. അവിടെ വലിയൊരു ജൗളിലെ പീടിയുണ്ട്, ജൗൾ രംഗടി. അവിടെ പോയിട്ട് ഒരു ചോന്ന പട്ടുണ്ട്. എന്റെ സപ്പിയെ വെളുത്ത പെണ്ണ്. അവക്ക് ചോപ്പ് പട്ട് വേണ്ട, അവക്ക് പച്ചപ്പട്ട് അത് വേണ്ട, അവക്ക് കറുപ്പിയാൾ മനസ്സിൽ തന്നെ ഉടുപ്പിക്കുന്ന പട്ട്. ഓൾക്ക് ഇങ്ങനത്തെ ചെരുപ്പ് വേണം, ഇങ്ങനത്തെ മക്കനെ വേണം. ഇത്ര പൈസ കിട്ടില്ലേ? ഇപ്പൊ സമാധാനായി. ഇപ്പൊ ഞാൻ ഒരു ഫക്കീർ മിസ്കീനൊന്നുമല്ല, എനിക്കൊന്നല്ല ഡ്രസ്സ് വേണം. ഈത്തപ്പള കാരക്കല്ല ഈ പൈസയില് എനക്ക് എന്നെ കൊണ്ടുവന്നു പള്ളിക്ക് എന്റെ മകൻ എന്തെങ്കിലും സദക്ക കൊടുക്കാൻ നിക്കാഹിന് എന്നൊക്കെ കരുതിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മദീനത്ത് വെച്ചിട്ട് വലിയ ഒരു പീടിയുണ്ട്, അങ്ങാടിയുണ്ട്, ജൗളി പീടിയുണ്ട്. അവിടെ പോയിട്ട് പറഞ്ഞു, എന്റെ മംഗലം അറിയൂ സാറേ, നാളല്ല മറ്റന്ന്. അപ്പോൾ പിഞ്ചാരി അറബി ഉണ്ട്, ഒരു മുനാഫിക്ക്. റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ മുനാഫിക്കുകളുണ്ട്. മുനാഫിക്ക് അറിഞ്ഞ നബിന്റെ അടുത്തിരിക്കും, നബിന്റെ കൈനെ പിടിച്ചു യാ റസൂലുള്ളാഹ് പറത്ത് പോയിട്ട് മുഹമ്മദിനെ കൊല്ലിടുന്നു. നമ്മ ഇന്നങ്ങനത്തെ ആളുണ്ടാറിയാലോ. നബിന്റെ കാലത്ത് ഉണ്ടായി. റസൂലുള്ളാഹ്ക്ക് കല്ലെറിഞ്ഞിട്ട് പല്ല് പൊട്ടിച്ചത് ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിനോട് കൂടെ നിന്ന് ഇബ്നു മുനബ്ബഹ എന്ന് പറയുന്ന ഒരു മുനാഫിക്കായിരുന്നു. ഉഹുദിന്റെ പോർക്കളത്തിലേക്ക് എത്തിയപ്പോ ഒക്കത്തുണ്ട്. സ്വഹാബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് കല്ലെറിഞ്ഞ റസൂലുള്ളാഹ്ക്ക്. അങ്ങനത്തെ മുനാഫിക്കുകൾ ആ പീഡിയയിലുണ്ടായി. വർത്താന്താ ചേക്ക, ഇത് മങ്ങാലത്തിന്റെ കലശന് വന്നനാണെന്ന് പാപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഉള്ളിൽ നല്ല പട്ടെടുക്ക്, പൈസ ഉണ്ട്. ഉള്ളിൽ നല്ല ചെറുപ്പെടുക്ക്, എല്ലാം എടുത്തു കൊടുത്ത് എടുത്തെല്ലാം കൊടുത്ത് 200 വെള്ളിയായി. ഇതിനെല്ലാം പാക്കാക്കി വെച്ചിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സ്പീഡായിട്ട് ഇങ്ങനെ പൈസ എണ്ണുമ്പോ പെട്ടെന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു ഇറക്കാൻ തുടങ്ങി. ഈ പീടികയിലുള്ള ആൾക്കാരെല്ലാം പുറത്തോടി, സയ്യിദും ഓടി. ആ പണം അവിടെ തന്നെ ബാക്കിയായി. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു, റഹ്മാനായ തമ്പുരാനെ, എനിക്ക് മംഗലമില്ലേ, എനിക്ക് കല്യാണമില്ലേ, ഇതൊക്കെ കിനാവാണോ, ഇതൊക്കെ സ്വപ്നമാണോ? ഈ ഡ്രസ് ഇതെനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല, എന്റെ മംഗലമില്ല. നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്താ കേട്ടത്? ഹയ്യ അലൽ ജിഹാദ്, ഹയ്യ അലൽ ജിഹാദ്, ഹയ്യ അലൽ ജിഹാദ്, ഹയ്യ അലൽ ജിഹാദ്.
ഒരു അനൗൺസ്മെന്റ് ആണ്. ഒരു സ്വഹാബി ഒരു 110 മുകളിൽ കയറിട്ട് ഹയ്യ അലൽ ജിഹാദ്, അത് മദീനത്തപ്പ പെട്ടെന്ന് സംഭവിക്കുന്ന കാലത്ത് ഹയ്യ അലൽ ജിഹാദ്, ഹയ്യ അലൽ ജിഹാദ്, യുദ്ധത്തിന് റെഡിയായ സ്വഹാബത്തെ, യുദ്ധത്തിന് മുസ്ലിമീങ്ങളെ, യുദ്ധത്തിന് ഒരുങ്ങിയോ? റസൂലുള്ളാഹി പറഞ്ഞതാണ്, യുദ്ധത്തിന് ഒരുങ്ങിയോ. മക്കയിൽ നിന്ന് അബൂ സുഫിയാൻ എന്ന് പറയുന്ന നേതാവ്, അയാളെ ബാക്കിൽ 1000-ഓളം വരുന്ന മക്കക്കാർ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ, മദീനത്തെ പള്ളിയെ തീയിട്ട് കരിക്കാൻ, റസൂലുള്ളാഹിനെ കൊല്ലാൻ, നമ്മളൊക്കെ കൊല ചെയ്യാൻ വേണ്ടി മക്കയിൽ നിന്ന് അവർ വരുന്നുണ്ട്. നാളെ അവർ മദീനത്തേക്ക് എത്തും. അതുകൊണ്ട് സ്വഹാബത്തെ, ഇന്ന് നിങ്ങൾ ഇശാ നിസ്കരിക്കാൻ പള്ളിക്ക് വരുമ്പോ നിങ്ങൾക്കുള്ള പെഞ്ഞായിമാരോട്, നിങ്ങളുടെ മക്കളോട് ലാസ്റ്റ് അവസാനത്തെ സലാം ചൊല്ലിട്ട് വരണം. യുദ്ധമെന്ന് പറഞ്ഞാൽ മരിക്കാൻ പോവലാണ്. യുദ്ധത്തിന്റെ ആയുധങ്ങൾ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവരണം. മുസല്ല തസ്ബീഹിന്റെ മാല കൊണ്ടുവന്നാൽ പോരാ. എന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മദീനത്തെ പള്ളിന്റെ ആ ഭാഗത്തിലേക്ക് മക്കയിൽ നിന്ന് വരുന്ന അബൂ സുഫിയാൻ, അവന്റെ 1000 ആൾക്കാർ എത്തും. അവിടെ ഒരു യുദ്ധം നടക്കും, ഘോരമായ പോരാട്ടം. മുത്ത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സ്വഹാബ എല്ലാവരും ഹയ്യ അലൽ ജിഹാദ്, യുദ്ധത്തിലേക്ക് വരുക. ബഹുമാനപ്പെട്ട സഹദ് മനസ്സിലാക്കി, നാളെ സുബഹി നിസ്കരിച്ചിട്ട് മദീനത്ത് ഒരു യുദ്ധം നടക്കുന്നു. യുദ്ധം സഹദിന് അറിയാം. എത്രയോ എന്റെ ചങ്ങായിമാർ ഷഹീദായി പോകും, എത്രയോ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് രക്തം കൊടുക്കും. നാളെ ളുഹർ കഴിഞ്ഞിട്ട് എന്റെ നിക്കാഹ്, എന്റെ ചങ്ങായിമാർ യുദ്ധത്തിൽ ഷഹീദായി സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്റെ പോലത്തെ ബാല്യക്കാർ, ഞാനും മംഗലായിട്ട് ഈ ദുനിയാവിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ പോവണല്ലേ, മണിയറയിലേക്ക്. എനിക്ക് ദുനിയാവും വേണ്ട, പെണ്ണും വേണ്ട, ദുനിയാവിന്റെ സ്വർഗവും വേണ്ട. എനിക്ക് വേണ്ടത് ആഖിറമായ ദുനിയാവാണ്. കണ്ടോ ബഹുമാനപ്പെട്ട നമ്മുടെ പോലെയുള്ള ചെറുപ്പക്കാരനായ ബഹുമാനപ്പെട്ട സഹൃദങ്ങൾ തീരുമാനമെടുത്തിട്ട് പൈസനെ കയ്യിൽ പിടിച്ച്, ഇത് കടല്ല, എനിക്ക് സ്വതക്ക കിട്ടിയ പൈസ റബ്ബേ, ഇത് നിന്റെ ദീനിന് ഞാൻ ചെലവഴിക്കുന്നു റബ്ബേ, എനിക്ക് ഇതിൽ ഒന്നും വേണ്ട. ബഹുമാനപ്പെട്ട സഹദ് നേരെ നടന്നിട്ട് മദീന ടവറിന്റെ പിന്നൊരു ഭാഗത്തേക്ക് പോയി. അപ്പൊ മംഗലാരത്ത് ബന്ദറിൽ താഴെ പോയെങ്കിൽ കുറെ സാധനം കിട്ടും, ഇത് വന്ന് പിന്നൊന്ന് കിട്ടും. ഒരു ഭാഗത്ത് മദീനത്ത് യുദ്ധത്തിന്റെ ആയുധങ്ങൾ വിൽക്കുന്ന ജാഗയുണ്ട്, കുതിര, വാള്, എല്ലാം യുദ്ധത്തിന്റെ, പണ്ടത്തെ യുദ്ധത്തിന്റെ ആയുധങ്ങൾ അറിയോ? എന്താ? പഠിച്ചോളി. ചവളം, ചക്രം, സൂചി, വാള്, ദൊണ്ണാടു. ചവളം, ചക്രം, സൂചി, വാള്, ദൊണ്ണ, അംഹ്, റുംഹ്, മദ്ദളം, കത്തി, ശൈഫ്, പട, തൊപ്പി, പട, കുതിര, പട, ചെരുപ്പ്, തീ, പൊരുൾ, കല്ല്, തോട്ടി, ദൊണ്ണ. അത് പണ്ടത്തെ, ഇന്നത്തതല്ല. അങ്ങനെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ബഹുമാനപ്പെട്ട സഹദ് നേരെ അവിടെ പോയിട്ട് നല്ലൊരു കുതിര മേങ്ങി 200 വെള്ളി കൊടുത്തിട്ട്, നല്ല കുതിര, വാള് മേങ്ങി, പടത്തൊപ്പി, പടച്ചെരുപ്പ്, പടഷർട്ട്, എല്ലാം വാങ്ങി. പൈസ കൊടുത്തു, റബ്ബേ ഇത് നിന്റെ ദീനിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു, എനിക്ക് വേണ്ട. 1 ഉറുപ്പ ബാക്കിയായി, 1 വെള്ളി ബാക്കിയായി. സഹദ് മനസ്സിലാക്കി, ഈ 1 ഉറുപ്പിക ഇതും ദീനിക്ക് കൊടുക്കാം. യുദ്ധം ചെയ്യുമ്പോ എല്ലാ ആയുധങ്ങളും എന്റെ കയ്യിലുണ്ട്, ആർക്കും വേണ്ടാത്ത ഒന്ന് എനിക്ക് വേണം. അത് മുഖത്തിലേക്ക് ഒരു കവർ, മാസ്ക് കിട്ടുന്നില്ലേ കൊറോണ വന്നപ്പോ, അങ്ങനത്തതല്ല, 2 കണ്ണ് മാത്രം പുറത്ത് കാണുന്ന ഒരു കവർ. അത് കൊടുത്ത് 1 ഉറുപ്പ് കൊടുത്ത അതിനെയുമായി. ഇതെന്തിനാ? നാളെ സുബഹിക്കാണ് യുദ്ധം, ഉച്ചക്കാണ് എന്റെ മംഗലം. സ്വഹാബത്ത് യുദ്ധം ചെയ്യുമ്പോ ഞാൻ പബ്ലിക്കിൽ ഇങ്ങനെ പോയെങ്കിൽ ഒരു സ്വഹാബികളും നബിയും എന്നെ യുദ്ധം ചെയ്യാൻ വിടൂല. പുതിയാപ്പിളയാണ് ഇന്നത്തെ. അപ്പൊ യുദ്ധത്തിന് സ്പീഡ് കൂടുമ്പോ സ്വഹാബത്തിന് ദുനിയാവിന്റെ ഓർമ്മ ഇരിക്കൂല, എല്ലാം സ്വർഗത്ത് നോക്കിയിട്ടാണ് യുദ്ധം ചെയ്യാം. അപ്പൊ എനിക്കും പോയിട്ട് യുദ്ധം ചെയ്യണം. ഈ മുഖത്തിലേക്ക് ഈ കവർ കെട്ടണം, ഈ കവർ കെട്ടിയാൽ എന്നെ അറിയൂല എന്ന് കരുതിയ സഹദ് ഒരു കവർ മദീനത്തിൽ ഇങ്ങനെ നടന്ന് രാത്രി സമയത്ത് എല്ലാരും പള്ളിക്ക് പോകുമ്പോ പള്ളിക്ക് പോയി. പള്ളിയിൽ മുത്ത് റസൂലുള്ളാഹിന്റെ വഅദാണ്. നാളെ ഉച്ചക്ക് സഅദിന്റെ കല്യാണമുണ്ട്, അതിനിടയ്ക്ക് സുബൈക്ക് ഒരു യുദ്ധമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബത്തേ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോര കൊടുത്താൽ, ചങ്ക് കൊടുത്താൽ, കുടൽ കൊടുത്താൽ, ഒരിത്തിരി ചോര കൊടുത്താൽ, അലാ വഇന്ന ഫിൽ ജന്നതി ഖുർബത്തും മിൻ യാഖൂതത്തിൻ ഹംറാ,
ചുകച്ചുകന്നതായ മാണിക്യങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരം നിങ്ങൾക്ക് സ്വർഗത്തിൽ തരാം സ്വഹാബ. സ്വർഗമാണ് ശാശ്വതമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ സ്വഹാബത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ. ഓഹോ, നിങ്ങൾക്കെല്ലാം ആ സ്വർഗം, അനക്ക് പെണ്ണിന്റെ സ്വർഗല്ലേ? ബഹുമാനപ്പെട്ട സഅദ് മനസ്സിലാക്കി. എന്നിട്ട് എല്ലാവരും പള്ളിയിലുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിച്ചിട്ട് പെട്ടെന്ന് പോയി പട തൊപ്പി ധരിച്ച്, പട ഷർട്ട് ഇട്ട്, പട ബെൽറ്റ് കെട്ടി, എല്ലാം മുറുക്കി കെട്ടി, ഒരു തീരനായ സുജായിയെ പോലെ പടവാള് വെച്ച്, ഈ കവറുണ്ടല്ലോ അതും കീസയിലിട്ടിട്ട് നേരെ മദീനത്തെ ഒരു ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് വരുന്നു ഞങ്ങൾ അബൂ സുഫിയാന്റെ പടകളുമായി ദീനുൽ ഇസ്ലാം തച്ചുതമർക്കാൻ വന്നിടുവൂക്കൻ പടകളുമായി. വരുന്നു ഞങ്ങൾ അബൂ സുഫിയാന്റെ പടകളുമായി ദീനുൽ ഇസ്ലാമാകെ തകർക്കാൻ വന്നിടുമൂക്കൻ സൈന്യവുമായി വരുന്നു ഞങ്ങൾ അബൂ സുഫിയാന്റെ പടകളുമായി ദീനുൽ ഇസ്ലാമാകെ തകർക്കാൻ വന്നിടുമൂക്കൻ സൈന്യവുമായി വന്നോളൂ പടപൊരുതാൻ വന്നോളൂ പടപൊരുതാൻ വന്നോളൂ. വരുന്നു ഞങ്ങൾ അബൂ സുഫിയാന്റെ പടകളുമായി ദീനുൽ ഇസ്ലാമാകെ തകർക്കാൻ വന്നിടുമൂക്കൻ സൈന്യവുമായി വന്നോളൂ പടപൊരുതാൻ വന്നോളൂ. അങ്ങനെ സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് സ്വഹാബത്തെല്ലാം റെഡിയായി മദീനത്തെ പള്ളിയിലെ യുദ്ധത്തിന്റെ ആയുധങ്ങളെല്ലാം എങ്ങനെ ഇടുമ്പോഴേക്കാണ് തുടരെ മദ്ദളവും മോരശോട് മാറിവൊറ്റകളും ബജയോട് തുണികൾ തക്കുകളും കൈമരി തുണികൾ താശകളാൽ കുടുംബ പുല്ലുകൾ പൂളച്ചുള്ളകളോ മോച്ചകുകളാൽ തകൃതികൾ താളമിവോ ചാടിയും കോലഹളത്താളം ഇടയിട നാല് പുരമോളം കുതുകുലമേളം മുഴയുടെ ഓഷയുടെ കാളം വിളികുശല ഇടയിൽ കൈമനി തുടരെ കര ചരക ചൊല്ല ചുടികൾ ഇത് മോയിൻകുട്ടി വൈദ്യർ ബദറിൽ പാടിയ പാട്ടാണ് ഞാൻ പാടിയത്. സുബ്ഹാനല്ലാഹ്. കൊണ്ടോട്ടിയിലാണ് ബഹുമാനപ്പെട്ടവർക്കുള്ള മഖ്ബറ. അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. വലിയ മഹാനാണ്, വലിയാണ്. ആ മഹാന്റെ പാട്ട് പാടി ഞാൻ എത്ര പൈസ ഉണ്ടാക്കി കാലം കഴിച്ചതാണ്. എത്ര പാട്ടുകാർ ബദർ സുബ്ഹാനല്ലാഹ്. ഇത് അബൂജഹൽ വന്നതാണ് ബദറിലേക്ക് പാട്ട്. ഇതേപോലെയാണ് അബൂ സുഫിയാന്റെ ആൾക്കാർ വരുന്നത്. എങ്ങനെ അറിയോ? അവരുടെ യുദ്ധത്തിന് വരുമ്പോ പെണ്ണ് കിടാക്കൾ 18-17 വയസ്സിന്റെ പെണ്ണ് മക്കൾ ഉണ്ടാവും. ഓർക്ക് നല്ല ശരീരം കാണുന്ന ക്യാബ് ഡ്രസ് എന്നറിയോ? ഈ ക്യാബ് ഡാൻസ് കളിക്കുമ്പോൾ കയ്യിലേക്ക് കാലിലേക്കെല്ലാം യുദ്ധം കാണുമ്പോ കുറേശികൾ ഇറങ്ങാല. അപ്പോഴാണ് ഈ പെണ്ണ് കിടാക്കൾ കള്ള് കൊടുത്തിപ്പോ ഡാൻസ് അടിച്ചിട്ട് ഓൻ ഇൻട്രസ്റ്റ് ആവും, ഓൻ പോയി ചാവും. ഈനാണ് കൊണ്ടുവരുന്നത് പെണ്ണുങ്ങളെ. അതുപോലെ തന്നെ ദഫ് മുട്ടുന്ന പിടാക്കൾ. ദഫ് 2 ജാതിയാണ്. റിഫായ് ഷേഖിന്റെ ദഫ് ഇപ്പൊ കൂടുതലും നടന്നില്ല. അത് റിഫായ് ഷേഖിന്റെ ദഫ്. അബൂജഹലിന്റെ കയ്യിലും ദഫ് ഉണ്ടായിരുന്നു. മദ്ദള മുട്ടുന്ന ആള്. അന്ന് മ്യൂസിക് ഒന്നുമില്ല. ഇന്നത്തെ മ്യൂസിക് നിങ്ങൾക്ക് അറിയാലേ. ഇപ്പൊ ഞാൻ വരുമ്പോ കുറെ പരിപാടി, അതിന്റെ പേര് അങ്ങനെ
ഓർക്കസ്ട്ര പരിപാടി അല്ലേ അപ്പോ ഇതെന്ത് പാട്ടില്ല ഇങ്ങനെ മുട്ട അതില്ല ഇതില്ല ഇത് പാടുற അയാൾ ചൊല്ലി അയാൾ എടുത്തുള്ളൂ എന്തിനാ അല്ലാഹ് കൊണ്ട് ഇത് ഉള്ളതാ ഇല്ലാത്തത് അങ്ങനെ കുറെ ഉണ്ടെങ്കന്ത് ഇല്ലങ്ങന്ത് നമുക്ക് നല്ലതുണ്ടെങ്കിൽ എടുത്തോളാം. എന്നാൽ അബൂജ ഇല്ല ആൾക്കാർ അബൂ സുഫിയാൻ കോലഹളതാളം ഇടയിടെ നാല് പുരുവോളം ദഫിന് കിടാക്കൾ പെണ്ണുങ്ങളെല്ലാം കൊണ്ടുവരും. ഉടനെ എന്താ കുറയോ അന്നത്തെ മ്യൂസിക് അല്ലെങ്കിൽ ഈ ബെദറുണ്ടല്ലോ ബെദർ കൊടന്നിട്ട് ഇന്നത്തെ ഈ ഫൈബർ പ്ലാസ്റ്റിക് ഒന്നൊന്നില്ല അതിന്റെ ഒരു ഭാഗം ബന്ധാക്കിയിട്ട് ചെറിയ ചെറിയ ഓട്ടയാക്കിയിട്ട് അതിന് കുറച്ച് ചരക്കല്ലിട്ടിട്ട് നല്ല കള്ള് കുടിച്ചിട്ട് ഡബിൾ വയറുള്ള ആൾക്കാർ റെഡിയാക്കും. അന്നത്തെ മൈൻ കള്ളാണ്. അതും മൈന് വെച്ചിട്ട് എല്ലാരും നട്ടം തിരി. ആ നട്ടം തിരിയുമ്പോ അപ്പലാണ് ചെറിയ ചെറിയ മക്കള്